ഹലോ മച്ചാമാരെ, ഇന്നത്തെ ദിവസം കുറച്ച് പരിപാടികളൊക്കെ ഉള്ളത് കൊണ്ട് ലീവ് അങ്ങ് എടുത്തു. രാവിലെ കുളിച്ച് ഫ്രഷായി എന്നിട്ട് പഴനങ്ങിയും മോരുകറിയും ചക്കയും കൂട്ടി ഇളക്കി തലേന്നത്തെ ചിക്കൻ കറിയും മീൻ വറുത്തതും കൂട്ടി ഞാനങ്ങ് വെട്ടി. വീടിന് പുറകിൽ അടുക്കള ഭാഗത്തായി ഒരു വലിയ പ്ലാവ് നിൽപ്പുണ്ടായിരുന്നു. അതിൽ കിടന്ന് താഴ്ന്നു കിടന്ന ഒരു ചക്കയും വെട്ടിയെടുത്തു. പിന്നെ അവിടെ നിന്ന് കാന്താരിമുളകും കറിവേപ്പിലയും എല്ലാം പറിച്ചെടുത്ത് അമ്മച്ചിയുടെ കൈ കൊണ്ടുവന്നാൽ കൊടുത്തു. നമ്മുടെ വിളക്കുവാലയിൽ എണ്ണപ്പരയുടെ അടുത്തായി മത്സ്യകൃഷി നടക്കുന്ന മാത്യച്ചായന്റെ വീട്ടിൽ നിന്ന് നല്ല നാടൻ സിലോപ്പിയ മീൻ മേടിച്ചു. സിലോപ്പിയ എന്നും തിലോപ്പിയ എന്നും പല പേരിൽ ഈ മീൻ അറിയപ്പെടുന്നുണ്ട്. 2 ചാള ഇന്നലെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അതുമെല്ലാം കൂട്ടി നല്ലൊരു വിഭവം സെറ്റാക്കാനാണ് നമ്മുടെ അമ്മച്ചിയുടെ ഇന്നത്തെ പ്ലാന്. നമ്മുടെ അത്യാവശ്യം കറിയൊക്കെ വയ്ക്കുമെങ്കിലും പക്ഷെ അമ്മച്ചിയുടെ അത്ര എക്സ്പെർട്ട് അല്ല മച്ചാമാരെ. അമ്മച്ചിക്കൊക്കെ ഇത് വെറും സിമ്പിളാണ്. അമ്മച്ചി പണ്ട് മുതലേ മൺചട്ടിയിൽ മാത്രമേ കറി വയ്ക്കുകയുള്ളൂ. പരമക്കാരായതുകൊണ്ടായിരിക്കാം. അമ്മച്ചി മീനെല്ലാം കഴുകി വൃത്തിയാക്കി പിന്നീട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും പച്ചമുളകും എല്ലാം സെറ്റാക്കി വെച്ചു. പിന്നീട് അമ്മച്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അങ്ങോട്ട് പേസ്റ്റാക്കി പിന്നീട് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് എല്ലാം ഒരു കിണ്ണത്തിലാക്കി സെറ്റാക്കി വെച്ചു. എന്നിട്ട് ആ മൺചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുകും വറുത്തും മസാല എല്ലാം അങ്ങോട്ട് റെഡിയാക്കി. അതിനിടയിൽ കാർത്തിക്കുട്ട മീൻകറി വയ്ക്കുന്ന എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവനെ എടുത്തുകൊണ്ട് വേണം അമ്മച്ചി ഈ ജോലികളെല്ലാം ചെയ്യുക. അവന് തറയിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ചില സമയങ്ങളിൽ. അതിനിടയിൽ ചില കുരുത്തക്കേടുകളും അവൻ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മസാലയെല്ലാം വറുത്തു വരുന്ന സമയം നല്ല മണം വീട്ടിലാകെ പരക്കുന്നുണ്ടായിരുന്നു മച്ചാമാരെ. ഒരു രക്ഷയുമില്ല. മീൻകറി വെച്ച് കഴിഞ്ഞാൽ അവസാനം കുറച്ച് വെളിച്ചെണ്ണയും 3-4 കറിവേപ്പിലയും കറക്കി മുകളിലായിരുന്നത് അമ്മച്ചിക്ക് പണ്ടേ പതിവാണ്. വെനമ്പൊടി മാത്രമാണ് അമ്മച്ചി മീൻകറി വയ്ക്കാൻ ഉപയോഗിക്കാറുള്ളത്. വാളംപൊടി അമ്മച്ചിക്ക് അത്രയ്ക്കങ്ങ് പോരാ. കാർത്തിക്കുട്ട ഇതിനിടയ്ക്ക് രാവിലെ കുളിച്ച് കുട്ടപ്പനായിട്ടാണ് മച്ചാമാരെ ഇരിക്കുന്നത്. ഉച്ചയ്ക്ക് മീൻകറി കുട്ടിയെ അടിക്കാനുള്ള അവൻ്റെ ഒരു ഇഴുപ്പാണ് ഈ കാണുന്നത്. അതിനിടയ്ക്ക് വയറ്റുഭാഗ്യം എന്ന് പറയട്ടെ, എൻ്റെ 3 ചേച്ചിമാര് കാർത്തിക്കുട്ടനെ കാണാനായി വീട്ടിലേക്ക് വിരുന്ന് വന്നിരിക്കുകയാണ് മച്ചാമാരെ. ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്തെ വീട്ടിൽ കുറെ കറിവേപ്പില നിൽപ്പുണ്ടായിരുന്നു. അവർക്കും കൂടി കുറച്ച് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ഓടിച്ചങ്ങ് കൊടുത്തു. വറ്റനുമുളക് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ താഴെ സിന്ധു അമ്മയുടെ വീട്ടിൽ പോയാണ് വറ്റനുമുളക് മേടിച്ചുകൊണ്ട് വന്നത്. അവരെന്നെ ചീത്ത വിളിച്ചില്ല എന്നേ ഉള്ളൂ. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. എന്തൊക്കെ ആയാലും അമ്മച്ചി മീൻകറിയും വെച്ചു, ചക്കയും വേവിച്ചു. കുറച്ച് മീൻ വറക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അർജന്റായി അഞ്ചലി വരെ പോവേണ്ടതുകൊണ്ട് അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ചേച്ചിമാരും ഞങ്ങളെല്ലാവരും കൂടി ചോറും ചക്കയും വേവിച്ചതും മീൻകറിയും മീൻ വറുത്തതും എല്ലാം കൂട്ടി അങ്ങോട്ട് വെട്ടി. ചേച്ചിമാർക്ക് അമ്മച്ചിയുടെ ഫുഡ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അമ്മച്ചിക്ക് താങ്ക്സും പറഞ്ഞ് അവര് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോയി. എന്തൊക്കെയായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഫോളോയും ചെയ്യണം. ബെൽബട്ടൺ ഉണ്ടെങ്കിൽ അതിലൊന്ന് ഞെക്കിക്കോ, കുത്തി പൊട്ടിച്ചോ.